നമസ്കാരം ബിഗ് ബോസ്. ഇന്നലെ നമ്മൾ അനുമോൾക്ക് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞൊരു ടാസ്ക് നെവിനും കൂടെ ഒരു ടാസ്ക്, ചെറിയ പണിയെന്നും പറഞ്ഞ് വൈൽഡ് കാർഡുകാർക്ക് കൊടുക്കാമായിരുന്നു. അതേപോലെ ഒരു പണി ഇന്ന് ജിസേലിനും ഒനിലിനും കിട്ടി. ഇവർക്ക് സംഭവിച്ച ഇവരുടെ പണി എന്ന് പറയുന്നത് ഇവരെ രണ്ടുപേരെ സെലക്ട് ചെയ്യണം. ഒനിൽ ഒരാളെ സെലക്ട് ചെയ്യണം, ജിസേൽ ഒരാളെ സെലക്ട് ചെയ്യണം. ഇവരെ അനുകരിക്കണം. അന്നൊരു ഫുൾ ഡേ ഇവരെന്താണോ ചെയ്യുന്നത് അതുപോലെ അനുകരിക്കണം. ഇവരുടെ മാനറിസമല്ല. ഇവരിപ്പം കാപ്പി കുടിക്കുകയാണെങ്കിൽ അവരും കാപ്പി കുടിക്കണം. ഇവരിപ്പോൾ ചീത്ത വിളിക്കുകയാണെങ്കിൽ അവരും ചീത്ത വിളിക്കണം. അത് സെയിം എന്താണോ അവർ പറയുന്നത് അത് അങ്ങനെ അങ്ങ് റിപ്പീറ്റ് ചെയ്യണം. അതാണ് ഇവർക്കുള്ള ടാസ്ക്. സത്യം പറഞ്ഞാൽ ജിസേലിന് അബദ്ധം പറ്റിയത് ഇത് കേട്ടപ്പോഴേ അനുമോൾക്ക് പണി കൊടുക്കാമെന്ന് വിചാരിച്ചാണ് പുള്ളിക്കാരി അത് ഏറ്റെടുത്തത്. പെട്ടെന്ന് അനുമോളുടെ പേര് പറഞ്ഞത്. സത്യത്തിൽ അവർക്ക് ഭാഷ അറിയാൻ പാടില്ലാതെ പറ്റിപ്പോയൊരു അബദ്ധമാണ്. ഒനിയിൽ ബുദ്ധിപരമായിട്ട് കളിച്ചു, ഷാനവാസിന്റെ പേര് പറഞ്ഞു. ഓക്കെ, അപ്പം ഷാനവാസ് എന്ത് പറയുന്നു അത് തന്നെ ഒനിൽ പറഞ്ഞുകൊണ്ട് പുറകെ നടക്കുകയാണ്. അനുമോൾക്ക് ജിസേലിന് പറ്റിയത്, അനുമോൾ ശരിക്കും ജിസേലിനാണ് പണി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓടിക്കളിക്കുന്നു, ചാടിക്കളിക്കുന്നു, തലയെ തുണിയിട്ട് കളിക്കുന്നു, അങ്ങനെ പല പല പ്രശ്നങ്ങളാണ്. ജിസേലിൻ്റെ ബർത്ത്ഡേയും കൂടെ ആയതുകൊണ്ട്, ബർത്ത്ഡേക്കായിട്ടൊക്കെ ഒരുങ്ങി ആയതുകൊണ്ട് പുള്ളിക്കാർക്ക് അതിനൊന്നും പറ്റുന്നുമില്ല. അവസാനം ഇടയ്ക്ക് പോയി ഡ്രസ്സൊക്കെ മാറിക്കിട്ട് വന്നിട്ട് പിന്നെ അനുമോളോട് അനുവാദം ചോദിക്കണം, ഞാൻ അടുക്കളയിൽ പൊക്കോട്ടെ, ആഹാരം പാചകം ചെയ്യണം എന്നൊക്കെ. അപ്പോൾ പറയുന്നത് ഞാനല്ലല്ലോ, ജിസേൽ എന്നെയല്ല അനുകരിക്കേണ്ടത്, ഞാൻ ചിരിക്കുന്ന എന്നൊക്കെ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ റിവെഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരവസരം ഇന്ന് അനുമോൾക്ക് കിട്ടിയതാണ് ശരിക്കും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കഥയെന്ന് പറയുന്നത്. പിന്നെ ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞത് അടുക്കളയിൽ പാത്രം കഴുകിക്കൊണ്ടിരുന്നപ്പം രേണുസുതി തുറന്നു പറയുന്നു സാബുമാനോട്, ഞാൻ ഈ ആഴ്ച എന്തായാലും പോകും, എനിക്ക് മടുത്തു ഇവിടെ, എനിക്ക് എൻ്റെ കുട്ടികളെ കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്ന ഒരു കേസാണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് നടന്നിരിക്കുന്നത്. ഉറപ്പിച്ച് പറയുന്നു ഞാൻ ഈ ആഴ്ച പോവുകയാണെന്ന് ഉറപ്പിച്ച് സാബുമാനോട് പറയുന്നുണ്ട്. ചേച്ചി അപ്പോൾ ഈ ആഴ്ച ലാലേട്ടൻ ചോദിക്കുമ്പോൾ പറയും, എനിക്ക് പറയൂടാ, എനിക്ക് എൻ്റെ കിച്ചുമോനെ കാണാതിരിക്കാൻ പറ്റില്ല, ഞാൻ പോകും എന്ന് ഉറപ്പിച്ച് സുധി പറയുന്നുണ്ട്. നമുക്കിന്നറിയാം രേണുസുതിയെ പറഞ്ഞ ശരിയാണോ ഇല്ലയോ, സത്യാവസ്ഥയാണോ ഇല്ലയോ എന്നൊക്കെ. സത്യം പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് അവിടെ വലിയ റോളൊന്നുമില്ല, ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം കഴിക്കുക ഉറങ്ങുക എന്നല്ലാതെ ഒരു ആക്ടിവിറ്റിക്കകത്ത് നമ്മളെ കാണാൻ പറ്റുന്നില്ല. മസ്താന് വന്ന ദിവസം ഒരു പ്രകടനം നടത്തിയതല്ലാതെ പിന്നെ രേണുസുതിയെ നമ്മൾ ആ ഭാഗത്തെങ്ങും കാണുന്നില്ല, ഒരു കാര്യത്തിലും കാണുന്നില്ല. പിന്നെ മസ്താനിയുമായിട്ട് ഷാനവാസുമായിട്ടൊരു ഇഷ്യൂ നടക്കുന്നുണ്ട്, ഒരു പണിപ്പുര ടാസ്ക് നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അടുത്ത വീഡിയോ പറയാം.